രാവിലെ എണ്ണീറ്റപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നേ. മഴയും കണ്ടുകൊണ്ടാണ് ഇന്നത്തെ രാവിലത്തെ തുടക്കം തന്നെ. ഇത്രയും ദിവസം സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സ്കൂളുള്ളത് കൊണ്ട് രാവിലെ നമുക്ക് എണ്ണീക്കണമല്ലോ. മറ്റേതൊരു 10 മണിയൊക്കെ വരെ ഉറങ്ങായിരുന്നു. ഈ മഴയും പിടിച്ച് എങ്ങനെ രാവിലെ എണ്ണീക്കുമെന്ന് ആലോചിച്ച് കുറേ നേരം കട്ടിലേക്ക് കിടന്നിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണ്ണീറ്റ് വന്നത്. വന്നപ്പോൾ തന്നെ ഞാൻ അടുക്കളയിൽ മീൻ ചട്ടിയൊക്കെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് കുറച്ച് തേങ്ങ തിരുമ്മി അങ്ങ് വെച്ച് അവൾക്ക് ചമ്മന്തി അരച്ചുകൊണ്ട് പോകാന്ന്. ഇതുവരെ അവൾ ചമ്മന്തി കഴിക്കാത്തവൾ കഴിഞ്ഞ ദിവസം കുഞ്ഞമ്മയുടെ അങ്ങ് പോയപ്പോൾ അവിടുന്ന് ചമ്മന്തി കഴിച്ച്. അപ്പം ഞാൻ ഓർത്ത് അവൾ എന്തായാലും ചമ്മന്തി കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇന്ന് ചോറാക്കാം, അല്ലെങ്കിൽ ഞാൻ മറ്റേ ബിരിയാണി പോലെ വെക്കാമെന്നായിരുന്നു രാവിലെ വിചാരിച്ചത്. ചമ്മന്തി കഴിക്കുന്നതുകൊണ്ട് എന്തായാലും അവളെ സ്കൂളിൽ ചമ്മന്തി കൊണ്ടുപോട്ടെ എന്ന് ഓർത്താണ് ഇന്ന് ചോറാക്കി തന്നെ കൊടുത്തു വിടുന്നത്. ചമ്മന്തി മുട്ട പൊരിച്ചതും പപ്പടവും ഒക്കെ ആക്കി നമുക്ക് ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ പിന്നെ മറ്റേതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടത്തിൽ പപ്പടവും കൂടെ കൊടുത്തു വിടാമായിരുന്നെന്നാണ് ഇന്നലത്തെ എൻ്റെ പ്ലാനിങ്. പക്ഷേ രാവിലെ എണ്ണീറ്റപ്പോൾ പ്ലാനിങ് എല്ലാം മാറ്റി മറിച്ചു. ഇതിനകത്ത് കുറച്ച് ഇഞ്ചി ഇടണമല്ലോ എന്ന് ഓർത്ത്. കാരണം ഇഞ്ചി ഇനി അവൾ കഴിക്കുമോ എന്നറിയത്തില്ല. കുഞ്ഞമ്മ ഞാൻ പിന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് ഞാൻ ഇഞ്ചി ഇട്ട് പുളിയും വെച്ച്, പുളി നന്നായിട്ട് വെച്ച്. ഇന്നലെ ഒരു വെയിൽ കിട്ടിയായിരുന്നു. ആ വെയിലത്ത് ഞാൻ മല്ലിയും മുളകും എല്ലാം ഉണക്കി അങ്ങ് പൊടിപ്പിച്ച് വെച്ച്. അല്ലെങ്കിൽ ഈ ഓണം വരുമല്ലേ, ഇനി മഴയാണെങ്കിൽ എന്തോ ഈ മുളകിനാണെങ്കിൽ ഭയങ്കര വിലയാണ്. ഇവിടെ 1 കിലോ മുളകിനൊക്കെ 600 രൂപ വില. നിങ്ങളുടെ അവിടെ എത്ര വിലയെന്നൊന്നും അറിയത്തില്ല. എത്ര ആണെന്നൊന്ന് കമൻ്റൊക്കെ ചെയ്യണേ. ഞാൻ പിന്നെ അതെല്ലാം ഇന്നലെ ഉണക്കി പൊടിപ്പിക്കുന്നിടത്ത് പോയപ്പോഴും അതിലും വലിയ വിറ്റ് കടന്നത്. കറണ്ടില്ല. ഇതിനുള്ള ദിവസം കറണ്ടില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ ചിരി വരത്തില്ല. അതായിരുന്നു എനിക്കും അവിടെ ചെന്ന് നിന്ന്. അപ്പോൾ കറണ്ട് വന്നും പോയി നിൽക്കുകയാണ്. അങ്ങനെ ഞാനൊരു രാത്രി 6 മണി 6:30 വരെ നിന്ന് അവസാനം മുളകും മല്ലി അവിടെ കൊടുത്തിട്ട് ഞാൻ പോവാൻ തിരിഞ്ഞ് വണ്ടി എടുത്തപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ ഓടി വന്ന് വിളിക്കുന്നുണ്ട് കറണ്ട് വന്നെന്ന് പറഞ്ഞു. പിന്നെ കുറേ നേരം അവിടെ നിന്ന് മുളകും മല്ലിയെല്ലാം പൊടിച്ച് കിട്ടി. പക്ഷെ മുളകും മല്ലിയും പൊടിച്ച് കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ മൂക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഭയങ്കര തുമ്മലായിരുന്നു. ഒന്നാമത് എനിക്ക് അലർജിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ മുളകിൻ്റെ മല്ലിയുടെയൊക്കെ ഇത് കിട്ടിയപ്പോഴത്തേക്ക് തുമ്മാനും തുടങ്ങി. പിന്നെ വീട്ടിൽ എന്ന് വെച്ചിട്ട് സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിച്ചായിരുന്നു. അതിട്ട് ചായ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്നും ചായ ഇടിയിലൊന്നും ഇല്ല, വല്ലൊരു കാലത്തും ചായ ഇടിയിലേ ഉള്ളൂ. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ചായ വെച്ചിട്ട് ഈ ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ അപ്പുറത്തുനിന്ന് ഓടി ഇപ്പുറത്ത് വന്നത്. ഇത് കുറക്കല്ലായിരുന്നെങ്കിൽ ഇത് മൊത്തം ഇവിടെ പോയേനെ. സാധാരണ അങ്ങനെയാണല്ലോ സംഭവിക്കാറുള്ളത്. നമ്മൾ അടുത്ത് നിന്ന് തിളക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അപ്പോഴൊന്നും ഇത് തിളക്കത്തില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാലാണ് ഇത് തിളയ്ക്കുന്നത്. അങ്ങനെയൊക്കെ അനുഭവമുള്ളവരുണ്ടോ? എനിക്ക് മിക്കപ്പോഴും പറ്റുന്ന മണ്ടത്തരങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഇപ്പുറത്തോട്ട് ഞാനും അവൾക്കൊരു പപ്പടം വറക്കാമെന്ന് വിചാരിച്ച്, പിന്നെ മുട്ടയും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ചീനിച്ചട്ടി അങ്ങോട്ട് വെച്ച് അവിടെ എണ്ണ ഒഴിച്ച് വെക്കണം. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഒരു പപ്പടേ വറക്കുന്നുള്ളൂ. കാരണം ഇവിടെ പപ്പടം വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം കൊണ്ട് അത് മൊത്തം തീരും. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി മാത്രം വറക്കാമെന്ന് വെച്ച് ഞാൻ കുറച്ച് ടിന്നൊക്കെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരട്ടെ. അപ്പം അതിൻ്റെയൊക്കെ ലിങ്കൊക്കെ ഞാൻ തരാവേ. നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ടിന്ന്, അതുപോലെ തന്നെ നമുക്ക് ഈ എണ്ണ ഒഴിക്കാനൊക്കെ പറ്റുന്നതൊക്കെ ഉണ്ട് കുപ്പികൾ. ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് വെച്ചേക്കുന്നത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. നമ്മളുടെ ബ്രാൻഡ് കുപ്പിയാണോ അതോ ഏതോ ഒരു സംഭവം, ഏതോ ഒരു കുപ്പിക്കകത്താണ്. എനിക്ക് ആ പച്ച കളർ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചാണ് എണ്ണ അതിനകത്ത് ഒഴിച്ച് വെച്ചത്. പക്ഷേ അതിനകത്ത് ഇരുന്നോളും. സൂക്ഷിച്ചൊന്ന് എടുത്ത് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. താഴെ വീണാൽ പൊട്ടിപ്പോവല്ലോ. ഇതാണ്ട് ഇവക്കുള്ള പപ്പടം. അവൾക്ക് പപ്പടം കുറച്ചുകൂടെ ബ്രൗൺ കളറാക്കുന്നതാണ് അവൾക്ക് ഇഷ്ടമാണ് ഒരു സൈഡ് തിന്നാൻ. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ആ ഒരു കളറാക്കി എടുക്കുവാണ്. അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ഇടിയിലിട്ട് തിരിച്ചിട്ട് നമുക്ക് എടുത്താൽ മതി. പക്ഷെ അവൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലായിടത്തും മഴയൊക്കെയാണ്. എല്ലാവരും സേഫൊക്കെ ആണോ? ഒരുപാട് വാർത്തയൊക്കെ കണ്ടായിരുന്നേ. മഴ കാരണം വെള്ളം കെട്ടായി ഓരോരുത്തരുടെ വീടൊക്കെ വെള്ളം കയറി കിടക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരു വിഷമമാണ്. പിന്നെ നമുക്ക് വെള്ളം കയറുന്ന ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിലും കൂടെ കാറ്റാണ്. എല്ലാം കൂടി ഇടിഞ്ഞ് മറിഞ്ഞ് വീഴുന്ന ടൈപ്പ് കാറ്റാണ് ഇവിടെ ഉള്ളത്. പക്ഷേ എന്നാലും വെള്ളം കാരണം ഓരോരുത്തർ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ പോകുന്ന അവരെയൊക്കെ സമ്മതിക്കണം അല്ലേ. എന്ത് നല്ലപോലെ ജീവിച്ച് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രകൃതികൾ നമുക്ക് ഓരോ ദുരന്തം തന്നിട്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്താൻ പറ്റട്ടെ. ഇതിപ്പം ഞാൻ മുട്ട വറക്കുവാണേ. ഉള്ളിയൊക്കെ ഇട്ടാണ് മുട്ട വറക്കുന്നത്. കുറച്ച് തേങ്ങയും കൂടെ ഇട്ടായിരുന്നു. എനിക്ക് ടേസ്റ്റ് ഭയങ്കരമാണ് മുട്ടയ്ക്കകത്ത്. നിങ്ങൾ മുട്ടയ്ക്കകത്ത് തേങ്ങയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് മുട്ട വറുത്ത് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാടാ. വായി ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൊതി വരും അങ്ങനത്തെ മുട്ടയും ചോറും തിന്നാൻ വേണ്ടി. പിന്നെ ഇതിനകത്ത് ഞാൻ ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. ഇപ്പുറത്ത് ഞാൻ ഇന്ന് ഇഡലിയും സാമ്പാറും വെക്കാമെന്നാണ് രാവിലെ വിചാരിച്ചത്. അപ്പോൾ ഇഡലി മാവെല്ലാം ഒഴിച്ചു കൊടുക്കുവാണ്.
നമ്മൾ ഇഡലിമാവ് നല്ലതായിട്ട് ഞാനാണെങ്കിൽ കൂടുതലും അരയ്ക്കുമ്പോൾ ചോറിന് പകരം ചിലപ്പം നമ്മുടെ അവലുണ്ടല്ലോ, അവലരയ്ക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ഇഡലിയായിട്ട് വരുവേ. അവലാണ് കൂടുതലും അരയ്ക്കുന്നത്. അവലില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ചോറ് അരച്ച് വിടുന്നത്. അവലരച്ചിട്ടുള്ള ഇഡലിമാവ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇഡലിമാവലല്ലേ, ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടോ? നല്ല രസമാണ് കഴിക്കാൻ. നമ്മൾ പൂ പോലത്തെ നമ്മളിങ്ങനെ കാണത്തില്ലേ, അതേപോലത്തെയാണ് ഇതൊരു പാടാണ് ഈ അടപ്പടയ്ക്കാൻ കേട്ടോ. അതുമായിട്ട് കുറച്ച് നേരം പരാക്രമം നമ്മൾ നടത്തണം അടപ്പടപ്പിന്. പിന്നെ ഞാൻ നന്ദുവിൻ്റെ ടിഫിനും ലഞ്ചും എല്ലാം അടച്ചിവിടെ വെച്ചപ്പോഴത്തേക്കും നന്ദപ്പൻ എണ്ണീറ്റ് വന്ന് എൻ്റെ പുറകിന് നടക്കുവാണ്, എടുക്കെന്ന് പറഞ്ഞ്. ഞാൻ പിന്നെ ഇച്ചിരി പണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് വെച്ചിട്ട് നന്ദുവിനെ ഇനി കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ രാവിലെ തൊട്ടേ കരയാൻ തുടങ്ങും, അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് അവളെയും കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ച്. എന്നാലും ഒരു 10 മിനിറ്റ് എടുത്ത്. ഇപ്പം തന്നെ 8 മണിയായി, അവൾക്ക് 8:45 പോകേണ്ടത്. അവളിങ്ങനെ കൊഞ്ചിയും കുറേ നേരം ഇങ്ങനെ ഇരിക്കുവേ. ഇന്ന് പോകുന്നില്ല. ഇത്രയും ദിവസം അവധിയായിട്ട് പെട്ടെന്ന് സ്കൂളിലോട്ട് പോകാനുള്ളൊരു മടി എല്ലാ പിള്ളേർക്കും അങ്ങനെ ആയിരിക്കും. ഇവർക്ക് ഇന്നലെ തൊട്ടേ പറയുവാണ്, ഞാനിന്ന് സ്കൂളിൽ പോയില്ല എന്ന്. പിന്നെ ഇടയ്ക്ക് ഞാൻ അവളെ റെഡിയാക്കി ഒരിക്കലെല്ലാം ഇറക്കി. ഇതുവരെ ഉള്ള ഒരു വലിയ അംഗമാണ് ഇത്. പിന്നെ ഷൂ ഇടൽ അംഗമാണ് സോനുവായിട്ട്. ഷൂവും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് സ്കൂളിലോട്ട് കൊണ്ടുവിടാൻ പോവാണ്. ഇന്ന് ഞാൻ മാത്രമല്ല, ഞാനും അണ്ണനും കൂടെ അവളെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചത്. എന്ന് ഞാൻ മാത്രം അവളെ കൊണ്ടുവിടുന്നത്. പിന്നെ സ്കൂളിൽ ചെന്ന പിന്നെ എക്സാമാണ്, അതിൻ്റെ ഒരു പേടിയുണ്ട്. പിന്നെ എനിക്ക് നിറച്ച് ഉമ്മ വരുവാണ് അതറിയാമല്ലോ നിങ്ങൾക്ക്, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 10 ഉമ്മയും 10 കെട്ടിപ്പിടുത്തുവാണ്. പിന്നെ ഞാൻ തന്നെ ഇന്ന് ഇരിക്കുന്നിടത്ത് ഇരുത്തണമെന്ന് പറഞ്ഞ് അവൾ പറയുന്ന ബെഞ്ചിൽ തന്നെ അവളെ ഇരുത്തണം, അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നൊരു വമ്പൻ കരച്ചിലായിരിക്കും. പിന്നെ ഭയങ്കര സ്നേഹത്തോടെ ഇല്ല ജനൽ വഴി എനിക്ക് ടാറ്റ തരണേന്ന് പറഞ്ഞു വിടുവാണേ. ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ജനലുണ്ട്, നമുക്ക് അങ്ങനെ കണ്ടില്ല ആ ജനൽ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടാറ്റ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ അവിടെ നിന്ന് ടാറ്റ തരണേ. പിന്നെ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ അവൾക്ക് അവിടെ നിന്ന് ടാറ്റ കൊടുത്തോണ്ട് എനിക്കും ടാറ്റ എന്ന്. തിരിച്ചു വന്നപ്പോൾ നമ്മൾ തമിഴ് സണ്ണൻ്റെ കടയിൽ നിന്ന് ഒരു ചായയും കുടിച്ച് നല്ല ബൂസ്റ്റൊക്കെ ഇട്ട് എനിക്ക് സ്പെഷ്യൽ ചായയാണ് അണ്ണൻ തരുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ ബൈ.